വയലോരം വീട്ടിൽ ഉടൻ ഒരു മരണം നടക്കുമെന്ന് മഷിനോട്ടക്കാരൻ. ഈ വീട്ടിലൊരു മരണാനന്തര ചടങ്ങ് ഉടൻ നടക്കാനിടയുണ്ട്. ഭ്രാന്തായി പറയുന്നത്. അല്ലിക്ക് ബലിയിടണമെന്ന് മനസ്സിന് ആഗ്രഹം. എനിക്ക് എന്റെ പെങ്ങൾക്ക് ബലിയിട്ടേ പറ്റൂ. അല്ലിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന്. പടുമരണോ? അതെ, ആത്മഹത്യയാവാം, കൊലപാതകമാവാം. ഇത് ചതിയാണ്. പിന്നെ കൊതി തൊണ്ടി മുതൽ വിഗ്രഹമോഷണ കേസിൽ കാവടിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. മനസ്സിജന്റെയും കുട്ടിമണിയുടെയും കാര്യത്തിൽ ഇനി ഒരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കണ്ട. കുട്ടിമണിയുടെ പതനം കാണാതെ ഇനി ആഭരണം ധരിക്കില്ലെന്ന് ജലജ. ഇല്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കും. 2 ദിവസത്തിനകം തുടർന്ന് കാണുക. ഞാൻ പറഞ്ഞില്ലേ ആഗ്രഹത്തെക്കുറിച്ച്, സ്വപ്നത്തെക്കുറിച്ച്. ആ സ്വപ്നത്തിന്റെ പേരാ കുട്ടിമണി. മനസ്സുജനും മതികലയ്ക്കും വേണ്ടി പെണ്ണുകാണൽ ചടങ്ങിന് വേഷം കെട്ടി വന്നാണെങ്കിലും അവളെ ആദ്യം കണ്ട പുരുഷൻ ഞാനാ. ഒറ്റ നോട്ടത്തിൽ തന്നെ എൻ്റെ കണ്ണിലല്ല അവളെ ഉടക്കിയത്, എൻ്റെ കൽബില. പക്ഷെ ഭാഗ്യം മനസ്സുജനും. കാണുമ്പം സൗന്ദര്യം കൂടിക്കൂടി വരുന്ന പെണ്ണാ കുട്ടിമണി. നാളെ മനസ്സുജൻ ഇല്ലാതായാൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക് വിത്ത് എ സൂട്ടബിൾ റിലേഷൻ. ആരാ? ഈ ഞാൻ. ശിവ പൂരിപ്പിക്കും, ശിവ നികത്തും ആ ബന്ധത്തിന്റെ വിടം. അതുകൊണ്ട് കുട്ടിമണി എനിക്ക് വേണം. നോ, അത് നമ്മൾ തമ്മിലുള്ള ധാരണയിലില്ല. നിനക്ക് കാശ് മാത്രം. പ്ലീസ്, എന്റെ ആഗ്രഹത്തിന് വിലങ്ങായി നിൽക്കരുത്. കുട്ടിമണി എനിക്ക് വേണം. ഇരുത്തെടുക്കുന്ന പൂവിനെ തലയിൽ ചൂടാനല്ല, ഇതളുകളായി അടർത്തി കാറ്റിൽ പറപ്പിക്കാനാ. മതികലയ്ക്ക് വേണ്ടത് കുട്ടിമണിയുടെ കുഞ്ഞിനെ. ആ കുഞ്ഞ് പിറക്കില്ല. പോരെ? ഓക്കെ, കുട്ടിമണി നീ എടുത്തു. ആത്മസുഹൃത്ത് സ്വന്തം പെണ്ണിനെ, അതും 8ഉം പൊട്ടും ലോകവും അറിയാത്ത പൊട്ടി പെണ്ണിനെ കൊണ്ടുപോയി എന്നറിയുമ്പോ അവന്റെ മനസ്സിജന്റെ ഹൃദയം നെടുകെ പിളരും. ആ വേദന കണ്ടാ മതി എനിക്ക്. നീ കൊടുക്കുന്ന ചതിയുടെ തീഷ്ണതയിൽ അവൻ പൊള്ളിപ്പിടയുന്നത് കണ്ടാ മതി എനിക്ക്. താങ്ക്സ്, ഒരുപാട് താങ്ക്സ്. ഇനി ഞാൻ ഒറ്റയ്ക്ക് ഓപ്പറേറ്റ് ചെയ്തോളാം കാര്യം. ആ സിയയ്ക്ക് എന്റെ നമ്പർ കൊടുത്തു. ഞാൻ കാണിച്ചു കൊടുക്കാം മനസ്സിനെയും കുട്ടിമണിയും. ഓക്കെ, പക്ഷേ കുട്ടിമണിയുടെ കുഞ്ഞിന്റെ നാശം പറയണ്ട, അതും ഞാൻ ഏറ്റു. എത്രയും പെട്ടെന്ന് അത് നടന്നാ നിനക്ക് കുട്ടിമണിയെ കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കും. പറഞ്ഞേക്കാം. ഒന്നും വേണ്ടി വരില്ല. ശിവ ഏറ്റാൽ ഏറ്റതാ. കൂടുതൽ സുരക്ഷിതമായ ഒരു സ്ഥലം വേണമെന്ന് പാവം സിജൻ ആവശ്യപ്പെട്ടു. ജയിലിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വം എവിടുന്ന് കിട്ടാൻ? അല്ലേ മതികലേ? ഇന്ദു, എന്തായി? എന്താവണം? നീ ബാക്കിയുള്ളവരെ ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം പറയേ. അപ്പച്ചേപ്പന് ജാമ്യം കിട്ടിയോ? കിട്ടാതെ പിന്നെ ആരാ ചന്ദ്രേട്ട കേസ് വാദിക്കാൻ പോയത്? ഈ ഇന്ദുബാലയല്ലേ? എന്നിട്ട് അപ്പച്ചേപ്പൻ എവിടെ? അപ്പച്ചിയപ്പൻ എന്റെ കൂടെ ഉണ്ട്. ദേ, ഞങ്ങൾ അങ്ങോട്ട് വരിക. ചന്ദ്രേട്ടൻ പിടയ്ക്കാതെ അവിടെ നിൽക്കും. ശരി. ഓ എന്റെ ഭഗവതി, എന്തായാലും നീ തുണച്ചു. സത്യം പറഞ്ഞ ഞാൻ ആകെ പേടിച്ചു നിൽക്കുമായിരുന്നു. അതെന്താ ചന്ദ്രേട്ട? അല്ല, നീയല്ലേ വാദിക്കാൻ പോയത്? ഓടാവിടുന്നു. നീ അങ്ങനെ എന്റെ പെൺകൊച്ചിനെ കളിയാക്കൊന്നും വേണ്ട. നീ ഒന്ന് കാണണമായിരുന്നു ഹിന്ദുമോളുടെ വാദം. യെസ് യുവർ ഓണർ, ഒബ്ജക്ഷൻ യുവർ ഓണർ എന്നൊക്കെ പറഞ്ഞ് ജഡ്ജി പേടിച്ചു പോയെന്നേ. സത്യം പറഞ്ഞ അയാൾ പേടിച്ച് എനിക്ക് ജാമ്യം തന്ന. അത് നേരായിരിക്കും. എങ്ങാനും ജാമ്യം കൊടുക്കാതിരുന്ന ഇവള് വാശിയോടെ വീണ്ടും വാദിക്കാൻ വരുന്ന ജഡ്ജി പേടിച്ചാണ്. ചന്ദ്രേട്ടൻ ഇന്ന് ഭയങ്കര ഹ്യൂമർ സെൻസിലാണല്ലോ. ഇത്രയും നേരം ഇന്ദു ജാമ്യം കിട്ടുവോ, കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് പേടിച്ച ആളാ.
പാവം, വേറൊരു വലിയ പുലി ഇതിനേക്കാളും പേടിച്ചിരിക്കുക. ഏ അതാരാ? നമ്മുടെ അപ്പച്ചിയമ്മ. അല്ലാതാരാ? അമ്പലത്തിലിരുന്ന് പ്രാർത്ഥിക്കുക. സുഭദ്രയ്ക്ക് കാണുമ്പോ ചാടിക്കടിക്കണ സ്വഭാവമേ ഉള്ളൂ. ഉള്ളു വെറും പാവ. അല്ല ഇന്ദു, എന്തു പറഞ്ഞ കോടതി അപ്പച്ചിയപ്പന് ജാമ്യം തന്നത്? ഈ പറയുന്ന വിഗ്രഹമോഷണ കേസില് അപ്പച്ചിയപ്പൻ പ്രതിയല്ലാന്ന് കോടതിക്ക് ബോധ്യമായി. കേസ് കെട്ടിച്ചമച്ചതാണെന്നും കോടതിക്ക് തോന്നി. എന്തായാലും അപ്പച്ചിയമ്മയുടെ പ്രാർത്ഥനയും നേർച്ചയൊക്കെ ഭഗവതി കേട്ടു. അപ്പോ ഈ പാവപ്പെട്ട വക്കീലിന്റെ നാക്കിന് ഒരു വിലയില്ല അല്ലേ? എന്റെ പൊന്നും മോളെ, നീ തന്നെ ഇപ്പൊ വയലോരം വീട്ടിലെ ദൈവം. നീ ഉള്ളത് കൊണ്ടല്ലേ ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ടത്. അയ്യോ, ഇങ്ങനൊന്നും പറയല്ലേ അപ്പച്ചിയപ്പ. എന്റെ വീട്ടിലൊരു പ്രശ്നം വന്നാ ഞാൻ പിന്നെ ഇടപെടണ്ടേ? എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് കയറിയാലോ? അപ്പച്ചിയമ്മ ഇപ്പൊ വരും. അല്ല, നാട്ടിലൊക്കെ എന്തിട്ടു മോനെ വിശേഷം? ഒരു ദിവസം കൊണ്ട് എന്ത് വിശേഷം? അല്ല, ഈ കേസിനെ പറ്റി നാട്ടുകാര് സംസാരിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് പത്രത്തിലൊക്കെ പടവും വാർത്തയൊക്കെ വന്നതല്ലേ. അപ്പച്ചിയപ്പൻ അതൊന്നും ആലോചിക്കേ വേണ്ട. അതൊക്കെ അങ്ങനെ അവിടെ കിടക്കും. ആ, ഇന്ന് കവലയിൽ മെമ്പറുടെ പ്രസംഗം ഉണ്ടെന്ന് കേട്ടു. എന്നതാണോ കോള്? എന്തെങ്കിലും ആവട്ടെ ചന്ദ്രേട്ടൻ. ചന്ദ്രേട്ടനൊരു കാര്യം ചെയ്യും, അപ്പച്ചിയമ്മ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവരും. പാവത്തിനൊരു സന്തോഷാവട്ടെ. ശരി. അപ്പച്ചിയപ്പൻ വാ. ആ. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കുകയാണ്, ഈ നാടിന്റെ അവസ്ഥ എന്താണ്? കള്ളന്മാരും കൊള്ളക്കാരും ഭരിക്കുന്ന നാടല്ലേ ഇത്? ഇവിടെ ഒരു ഭരണമുണ്ടോ? വികസനമുണ്ടോ? ഇവിടെ ക്രമസമാധാനമുണ്ടോ? അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഒരു പോലീസ് ഉണ്ടോ? മെമ്പർ പറഞ്ഞു തീർന്നില്ല, ദേ പോലീസ് എത്തി. അതാണ് മെമ്പർ ഇവിടെ പറഞ്ഞാൽ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ കേൾക്കും. മെമ്പർ ഞൊടിച്ചാൽ പോലീസ് വരും. അതാണ് മെമ്പർ. എന്തോ നോക്കിയിരിക്കുന്നത്? അടിയങ്ങോട്ട് കൈ അടിക്കെന്ന്. അപ്പോ നിങ്ങൾക്ക് ഞാൻ വിളിച്ചാ വരാ അറിയാല്ലേ? മെമ്പർ വിളിച്ചല്ലേലും ഞങ്ങൾ ഇങ്ങോട്ട് വരും. വേണ്ട വേണ്ട, അത്രയ്ക്ക് വിനയൊന്നും വേണ്ട. എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ബഹുമാനമാണെന്ന്. അത് എപ്പോഴും കാണിക്കണ്ട. അയ്യോ, ഞങ്ങൾ ബഹുമാനം കാണിക്കാൻ വന്നതൊന്നുമല്ല. പിന്നെ ഈ ക്രമസമാധാനത്തെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ടൊക്കെ തീർന്നു മെമ്പറെ. ഇപ്പൊ വിധിയുമായി. അത് മനസ്സിലായില്ല. മെമ്പറെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ ഞങ്ങൾ. മെമ്പറെ അറസ്റ്റോ? എന്തിനെ? പണ്ട് പരുത്തിപ്പാറയിലെ കലുങ്ക് പൊളിഞ്ഞത് ആരോ കുത്തിപ്പൊക്കി. മെമ്പറെ അറസ്റ്റ് ചെയ്യാൻ കോർട്ട് ഓർഡറാ. ഡിവൈഎസ്പിയുടെ വക ഓർഡർ വേറെ. മെമ്പറെ ഓടിക്കോ. എന്റെ അപ്പച്ചി. മെമ്പർ ഓടിയാ ഞങ്ങള് ലാത്തി കൊണ്ടെറിഞ്ഞിടും. വന്ന് വണ്ടി കയറുന്നതാണ് മെമ്പർക്ക് നല്ലത്. സത്യത്തിൽ കലുങ്ക് പൊളിഞ്ഞത് ഞാനും തമ്മിൽ. അതൊക്കെ നമുക്ക് കോടതി പറയാം. വണ്ടി കയറും മെമ്പറെ. ഇവിടെ പോവാ. ഓ, അത് ശരി. കേറിയാട്ടെ. മെമ്പർ സിന്ദാബാദ്. മെമ്പർ കീ ജയ്. വണ്ടിക്കകത്ത് മിണ്ടാതിരുന്നോണം. എടുത്തിട്ട് ചവിട്ടിക്കൂടും ഞാൻ. അത് ശരിയാ. ഞാൻ എന്തിനാ അവന്മാരെ ചവിട്ടുകൊള്ളുന്നത്? എടാ, നീ കേട്ടില്ലടാ കർമ്മി പറഞ്ഞത്? എൻ്റെ അല്ലിയുടേത് പടുമരണമായിരുന്നു. അവൾക്ക് എന്തോ എന്നോട് പറയാനുണ്ടായിരുന്നു. അതൊക്കെ അയാൾ ചുമ്മാ പറഞ്ഞതല്ലേ. നമ്മൾ എന്ന് വരട്ടണം, അത്ര തന്നെ. എടാ, ഇതൊക്കെ ഇവരുടെ ട്രേഡ് സീക്രട്ട് അല്ലേ. നമ്മൾ കൂടുതൽ ചോദിച്ചിരുന്നെങ്കിൽ പറഞ്ഞേനെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്നും നാളെ അത് കൂടുതൽ ദോഷമാകുമെന്നൊക്കെ. അപ്പോ നമ്മൾ പരിഹാരം ചോദിക്കും. ഉടനെ 1-2 പൂജകളും പറയും. കാശുണ്ടാക്കാനുള്ള ഓരോരോ വഴികളെ. ഇതങ്ങനെയല്ലടാ. അന്ന് അല്ലിയെ അവസാനമായി കണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴും തോന്നിയിരുന്നു അല്ലി എൻ്റെ കൂടെ ഉണ്ടെന്ന്. അവക്ക് എന്നോടെന്തോ പറയാനുണ്ടെന്ന്. ഒക്കെ നിന്റെ തോന്നല. കണ്ണടയും മുമ്പ് നിനക്കൊന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ ആ പാവത്തിന്. അതാ. അല്ല ശിവ, മരിക്കാൻ മാത്രം തക്ക വയ്യായിക ഉണ്ടായിരുന്നു എൻ്റെ അല്ലിക്ക്. എടാ, എണീറ്റ് നടക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്, അല്ലാതെ ജീവൻ നിലനിർത്താനല്ലല്ലോ. അട്ടലിനും തലയ്ക്കൊക്കെ പരിക്ക് പറ്റിയൊരു കുട്ടിയല്ലായിരുന്നു അല്ലി. ഇത്രയും നാൾ ജീവൻ നിലനിർത്തിയത് തന്നെ ദൈവത്തിന്റെ ദയ. പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അതേ ചുറ്റിപ്പറ്റി
പല സംശയങ്ങളും തോന്നുന്നത് സ്വാഭാവികം. നീ അതൊന്നും ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കണ്ട. അല്ലിയുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എടാ ശിവ, എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചോണ്ട് വരാൻ പറ്റുമോ? കുട്ടിമണി രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല. അതിനെന്താ, ഞാനിപ്പോ വാങ്ങിച്ചോണ്ടുവരാം കേട്ടോ. ഞാനതങ്ങ് മറന്നു. എനിക്ക് എപ്പോഴും വിശപ്പാന്നുള്ള കാര്യം കണ്ടുമുട്ടി കാര്യത്തില്ല. പിന്നെ ചുമ്മാ ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരുമോ? ഇല്ല, ഒരു മാറ്റമില്ല. എല്ലാം പറഞ്ഞ പോലെ തന്നെ. ഭക്ഷണം ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. കൈകടി ഇരുന്നോ രണ്ടാളും? ഇപ്പൊ കൊണ്ടുവരും. മനുഷ്യ, അപ്പനും മൊത്തനാണോ അതോ പൊടോട്ട അടിച്ചാണോ അതോ ബിരിയാണിയാണോ? അല്ല, എരിയാണി. എരിയാണിയാ? ഓ, ഞാനേ ഇതുവരെ അത് കഴിച്ചിട്ടില്ല. ഈ നല്ല രുചിയാണ് ഈ എരിയാണിച്ചേ. ഹലോ, ഞാനിവിടെ ഇറങ്ങി. അവർക്ക് സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, ഒരു സംശയമില്ല. ഞാൻ അങ്ങോട്ട് കൊണ്ടുവരുന്ന ഭക്ഷണം നോക്കിയിരിക്കുക രണ്ടാളും. അത് കൊള്ളാം. കയ്യും കഴുകി മാമുണ്ണാനിരിക്കുന്നവരുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് ആരാ? ചെയ്തത് മഹാചതിയാ. ഓർക്കുമ്പോ നെഞ്ചിനകത്ത് വല്ലാത്തൊരു നീറ്റലുണ്ട്. അതിന് മാറണമെങ്കിൽ... ഓ, നീറ്റില് മാറണമെങ്കിൽ നീ പറഞ്ഞോ, എന്താ നിനക്ക് വേണ്ടത്? പറഞ്ഞ കാശ് എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റായി വന്നാ മതി. മനസ്സൊന്നും തണുക്കും. എനിക്ക് പണ്ടേ അങ്ങനെയാ. എല്ലാ കുറ്റബോധവും തീരും, എല്ലാ സങ്കടവും തീരും, എല്ലാ പശ്ചാത്തലവും തീരും. പണം കിട്ടിയാ മതി. പറഞ്ഞതുപോലെ തന്നെ ബാങ്ക് ഓപ്പൺ ആയാലുടൻ നിന്റെ അക്കൗണ്ടിൽ പണം വന്നിരിക്കും. അത് മതി. പിന്നെ പ്രോസിക്യൂഷൻ സൈഡ് ഒന്ന് സ്ട്രോങ് ആക്കിക്കണം. മനസ്സിജൻ ബൂമറാങ്ക് പോലെ തിരിച്ചിങ്ങോട്ട് വന്നേക്കരുത്. പ്രോസിക്യൂഷൻ സൈഡൊക്കെ സ്ട്രോങ്ങാ. വളരെ പഴുതടച്ചുള്ള FIR പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു രീതിയിലും ജാമ്യം കിട്ടത്തില്ല, ഉറപ്പാ. അവർക്ക് ജാമ്യം കിട്ടരുതെന്ന് മാത്രമല്ല, പുറത്തിറങ്ങുകയും ചെയ്യരുത്. അതിനുള്ള വഴി നോക്ക്. പക്ഷെ കുട്ടിമണിക്ക് എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടണം. എങ്കിലേ ഞാൻ ഉദ്ദേശിച്ച കണക്കിന് കാര്യങ്ങൾ നടക്കുള്ളൂ. കുട്ടിമണിക്ക് ജാമ്യം വേണം, മനസ്സിജന് ജാമ്യം വേണ്ട എന്നെഴുതി കൊടുക്കാൻ പറ്റൂ? ആദ്യം അവരൊന്ന് അകത്താവട്ടെ ശിവ, എന്നിട്ട് ബാക്കി നോക്കാം. കാര്യങ്ങളൊക്കെ മനസ്സിൽ നമ്മൾ വരച്ച പോലെ നടക്കണമെന്ന് എനിക്ക് നിർബന്ധം. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നീ അവരെ പൂട്ട്, എന്നിട്ട് ബാക്കി. ഇപ്പോഴും നീ എന്നോട് പറഞ്ഞിട്ടില്ല അവരെവിടെയാണെന്ന്. അത് ഞാൻ പറയത്തില്ല. മതി, റിസൾട്ട് മാത്രം നോക്കിയാൽ മതി. ഞാൻ ആ CA വിളിച്ചിട്ടുണ്ട്. അയാൾ എന്നെ വിളിച്ചിരുന്നു. ഇനി കളി നടക്കാൻ പോകുന്നത് കോവിൽ തെരുവിൽ. മതി, ഫോൺ വെച്ചിട്ട് പോയി TV ഓൺ ചെയ്യും. ചിലപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് വരും. വ്യവസായ പ്രമുഖയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഏതായാലും ഞാൻ അവർക്ക് കുറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുക്കാം. കുരുതിക്കളത്തിലേക്ക് കോഴിയെ കൊണ്ടുവരുന്നതിന് തൊട്ടുമുമ്പ് കൊത്തുനെല്ലും വെള്ളവും കൊടുക്കുന്ന ഒരു പതിവില്ലേ, അത് തെറ്റിക്കണ്ട. ഓക്കെ. അയ്യോ, ആകാശവും ഭൂമിയും ഒരുപോലെ ഇരുണ്ടിരിക്കുന്നു. ലോകം അവസാനിക്കാൻ പോവാൻ തോന്നുന്നു കണ്ടാൽ. മല്ലികാമ്മേ, കടുക് എവിടെയാ ഇരിക്കുന്നേ? അകത്ത് ഷെൽഫിൽ ഇരിപ്പുണ്ട്. ഓ, എന്റെ പൊന്നു കുട്ടിമണി, ഒരിടത്ത് അടങ്ങി നിൽക്കുക. പിന്നെ വയറ് നോമ്പലാ ഒരിടത്ത് അടങ്ങിയിരിച്ചാണ് പറയുന്നത്. സത്രാവായാലേ ഭാര്യയ്ക്ക് വിശക്കാതെ നോക്കണ. എന്റെ ദൈവമേ, നീ തനി പെണ്ണ് തന്നെടി. 364 ദിവസം തലയിലെടുത്തോണ്ട് നടന്നാലും ഒരു ദിവസം തറയിൽ നിർത്തിയ പരാതി പറയുന്ന തനി പെണ്ണ്. എന്ത് നോണ? എന്റെ പൊന്നു കുട്ടിമണി, നിന്റെ ശബ്ദം ഒന്ന് കുറയ്ക്കേ, ഇല്ലെങ്കിൽ പോലീസ് വന്ന് നമ്മളെ പിടിച്ചോണ്ട് പോകുന്നു. പിടിച്ചോണ്ട് പോന്നേലങ്ങ് പോട്ടെ. ഇങ്ങനെ വിശന്നിരിക്കുന്നതിലും ഭേദം പോലീസ് കൊണ്ടുവന്നാ. കുഞ്ഞോനിക്ക് വിശക്കാൻ തുടങ്ങിട്ട് എത്ര നേരമായെന്നറിയാവോ? കുഞ്ഞോനെ എന്നോട് കരഞ്ഞോണ്ട് പറയുവാ, അമ്മേ അമ്മേ വിശക്കുന്നു. അങ്ങനെ പറഞ്ഞോ? എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. അതെ, മോള് പറഞ്ഞ അമ്മച്ചി
മാത്രമേ കേൾക്കത്തുള്ളോ? ആ, അതെ ആ. തൽക്കാലം ശിവ വരുന്നത് വരെ ഈ വിശപ്പൊന്ന് മാറ്റി നിർത്താൻ അമ്മയ്ക്ക് മോൾക്ക് എന്താ വേണ്ടത്? ആ, ഞങ്ങളെ ഒന്ന് എടുത്തോണ്ട് നടന്നാ മതി. ഞങ്ങളെയോ? ആ, എന്നെ എന്റെ വയറ്റിലെ കുഞ്ഞുമണിയെ. ഓ അത് ശരി. ആ, എടുക്കണോ? ആ എടുക്കണം. വേറൊന്നും പറ്റത്തില്ല? ഇല്ല, എടുത്തേ പറ്റൂ. ഓ ആ, ആ എന്നാ കേറിക്കോ. ആ, ആ അപ്പ്, ആ. 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 അയ്യോ എടി ഒച്ചത്തിച്ചിരിക്കാതെ. ആ, ഇല്ല, 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 ഇല്ല. ഓ എന്റെ ദൈവമേ, എന്തൊരു കനം! ഒരു 80 കിലോ എങ്കിലും കാണും. ആ, അതെ, എന്റെ കനമൊന്നും അല്ല, അത് ആ പെണ്ണിന്റെ കനവാ. ഏത് പെണ്ണിന്റെ കനം? കുഞ്ഞുമണി പെണ്ണില്ലേ? ഓ അതിനോട് പോരും തുടങ്ങിയോ? ഞാൻ പാവാ. അവ പെണ്ണില്ലേ, അവക്ക് എന്നോട് പോര്. എന്റെ അമ്മേ, ഒരു കാര്യം ഉറപ്പായി, ചാലക്കമ്പോളത്തിൽ പോയി ചാക്ക് ചുമന്നെങ്കിലും നമ്മൾ ജീവിക്കും. ചാക്ക് ചുമന്ന മനുഷ്യ. അല്ലെങ്കിൽ കറുത്തു കറുത്തു ഉണ്ടായിരിക്കും. വണ്ടി പോട്ടെ പോട്ടെ. ആ, പോട്ടെ. ആഹാ, ഇത് കൊള്ളാലോ. ഇതൊരുമാതിരി കർത്താവ് കാൽവരിയിലേക്ക് പോകുന്നല്ലോ ഉണ്ടല്ലോ, കുരിശും കൊണ്ട്. ആ, ഇന്റെ അമ്മ. കർത്താവിനെ ഒറ്റ കൊടുക്കാൻ ഒരു യൂദാസ് ഉണ്ടായിരുന്നു. ഞങ്ങളെ ഒറ്റ കൊടുക്കാൻ ആരാണാവോ? ആ തമാശയെ കളഞ്ഞിട്ട് രണ്ടുപേരും വന്ന് കഴിച്ചേ. ആ, ഇങ്ങടാ. സിജ, ഒരു ഊണേ കിട്ടിയുള്ളൂ. ഓ സാരമില്ല, ഒല്ലന് മതി. ഞങ്ങൾ രണ്ടുപേരും കൂടെ മുന്നിക്കോളാം. അല്ല പിന്നെ ആ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം സിജ. അപ്പുറത്തെ വീട്ടുകാർക്ക് എന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. എടാ, ഞാനിത് എത്ര ദിവസം കൊണ്ട് നിന്നോട് പറയുന്നതാ. പെട്ടെന്ന് മാറാം. ആ നിങ്ങൾ കഴിക്ക്, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എവിടേക്ക്? ഒരു നല്ല കാര്യത്തിനാ, വന്നിട്ട് പറയാടാ. ആ ശരി. മനസ്സിലാ തിരുവല്ലാണ്ടായോ? ആ ഇപ്പൊ കൊണ്ടുവരും. ശാരദാമ്മ പറഞ്ഞത് നേരാ. എന്ത്? അപ്പുറത്തെ കുമ്പാരിയുടെ വീട്ടില് എന്തോ കള്ളത്തരം ഉണ്ടെന്ന്. എന്ത്? ശാരദാമ്മയുടെ മോളെ പെണ്ണ് കാണാൻ വന്നു എന്ന് പറഞ്ഞ പയ്യനില്ലേ, അവനിപ്പോ പമ്മി പമ്മി ആ വീട്ടിലേക്ക് പോകുന്നത് കണ്ടു. കയ്യിലൊരു കവറും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരിച്ചും പോയി. തിരിച്ചു പോയപ്പോ കയ്യില് കവറില്ല. എനിക്ക് തോന്നുന്നത് അവൻ ആർക്കോ ഭക്ഷണം കൊണ്ടുവന്നതാന്നാ. ഞാൻ പറഞ്ഞില്ലേ രാത്രിയിൽ അവിടെ വെള്ളം വീഴുന്ന ഒച്ചയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. നമുക്കൊന്നു പോയി നോക്കിയാലോ? അത് വേണ്ട മല്ലികാമ്മേ, കാലം കെട്ട കാലമാ. ആ അത് നേരാ. വൈകിട്ട് കുമ്പാരിയെ കാണട്ടെ, ഞാൻ ചോദിക്കാം. അല്ലെങ്കിൽ മാർത്താണ്ഡം പോലീസിനെ കണ്ട് ഞാൻ പറയാം. വീടൊന്ന് തുറന്നു നോക്കാം. അത് മതി. ആ മനസ്സിലാ എനിക്കൊരു ഉരുളി തന്നെ. ഉരുളിയോ? ആ ചോറ് തിന്നാൻ എന്തിനാ ഉരുളി? ഓ ഒന്നും അറിയാത്ത ഒരു പൊട്ട മനുഷ്യൻ. ഉരുളിയില്ല, ഉരുളി. ചോറിങ്ങനെ ഉരുട്ടി ഉരുട്ടി ഉരുളി ഉരുളി. ആ ഉരുളി. ഉരുളി അല്ല കുട്ടുണി, ഉരുള ഉരുള. ആ ഉളരാ.
അതുകൊണ്ട് പിന്നെന്തല്ലോ എന്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോ എനിക്ക് ഒത്തിരി ഉള്ളരെ തരുമായിരുന്നു. അതിനെന്താ, ഞാനിപ്പോ തരുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. അതിന് മനുഷ്യ അച്ഛനല്ലോ, പത്രാവല്ലേ പത്രാവ്. ആ ബോധം നിനക്ക് ഇടയ്ക്കുണ്ടായാ മതി. എനിക്ക് ബോധമൊക്കെ ഉണ്ടേ. മനുഷ്യ 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 നമ്മുടെ ഈ കുഞ്ഞുമണി വരുമ്പോഴേ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഉള്ളരെ ഉരുട്ടി കൊടുക്കണേ. പക്ഷെ ഒരു കാര്യം ഉണ്ടേ. എന്താ? ആദ്യത്തെ ഉള്ളരെ എനിക്ക് തരണം, ഇല്ലെങ്കിൽ ഞാൻ അവിടെ മോണ്ടൊക്കെ കുത്തു കൊടുക്കും. എന്റെ പൊന്നു കുട്ടിമണി എല്ലാം കുട്ടിമണിക്ക് തരൂ. എങ്കിൽ എനിക്ക് ഇപ്പൊ ഒരു ഉള്ളരതാ. ഉരുട്ടി ഉരുട്ടി ഇതെടുത്തു, ഉരുട്ടി ഉരുട്ടി ഉരുളയാക്കി കാണിച്ചേ. അങ്ങനെ ഞാൻ ഉള്ളിട്ടാവേ. കുറച്ച് മതി. വലിയ മനുഷ്യന്റെ വലിയ ഉള്ളറാണോ? ആനയ്ക്ക് കൊടുക്കാനാണോ? കുഴങ്ങനെ മുളക് വെച്ചിട്ടാണോ ഊറ്റി തരുന്നേ? അയ്യോ എന്നാ മനുഷ്യ, മുളക് കഴിച്ചപ്പോ നല്ല മധുരം. മധുരമല്ലേ മുളക? അയ്യോ എൻജോയ് താ മനുഷ്യ, എൻജോയ് താ. എന്റെ പൊന്നു കുട്ടി മിണ്ടാതിരുന്ന് കഴിക്ക്. കുടിഞ്ഞ എരിവാ. കുറച്ചുകൂടെ വെള്ളം കുടിക്കട്ടെ. സ്വാമിയേ ശരണമയ്യപ്പ. വടോ സർ. നാളെ നീ എനിക്കൊരു ചിക്കൻ മഞ്ചാല. കണ്ടേ സാർ. ഡിവൈഎസ്പിയുടെ പെങ്ങളെ തലയടിച്ച് കയറി കൊല്ലാറാക്കിയിട്ട് രണ്ടും കൂടെ കഥ കടച്ച് മച്ചിമ്പുറത്തിരുന്ന് മധുവിധം ആഘോഷിക്കാണ്. മധുവിധും മോനെ. നീയാണല്ലേ യഥാർത്ഥ തല്ലുകാരി. സാറേ, കുട്ടിമണി ഒന്നും ചെയ്യരുത് സാറേ. എന്തോ മനസ്സിനെ പിടിച്ചപ്പോ കുട്ടിമണിക്ക് വേദനിച്ചു, കുട്ടിമണിയെ പിടിച്ചപ്പോ മനസ്സിനെ വേദനിച്ചു. സർക്കിളിനെ തടുക്കാറായടാ നീ. സർക്കിളിനെ കൈക്കറി പിടിക്കാറാണ്. മാറവിടെ. സാറേ സാറേ നമ്മൾ പറഞ്ഞത് എത്ര ശരിയാ. ആ വീട്ടിൽ ആരോ ഉണ്ടായിരുന്നു. അയ്യോ എന്റെ കുട്ടികള് കേരളി ജീപ്പിൽ. അയ്യോ കുട്ടിമണി, കുട്ടിമണി, മോനെ, മോനെ. സോമാ വണ്ടി എടുക്ക. അയ്യോ എന്റെ മക്കളെ. ഇങ്ങനെ കരയല്ലേ. അയ്യോ എന്റെ മക്കള്. അയ്യോ എന്റെ പരുത്തിക്കവലമ്മ, ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ കുട്ടികൾ എന്റെ കയ്യെത്തും ദൂരത്ത് വന്നിട്ട്. സമാധാനപ്പെടും ശാരദാമ്മേ. എങ്ങനെ സമാധാനപ്പെടും? എന്റെ കൺമുമ്പിലൂടെയല്ലേ പോലീസുകാർ അവര് വലിച്ചഴിച്ചോണ്ട് പോയത്. അതുങ്ങൾ അവരെ കൊല്ലും, നോക്കിക്കോ. എന്റെ ശാരദാമ്മേ, പോലീസുകാർക്ക് കൊല്ലാനുള്ള അധികാരം ഒന്നുമില്ല. പാവങ്ങളോട് ആർക്കും എന്തോ അവല്ലോ. എനിക്കുറപ്പാ
എന്റെ കുഞ്ഞുങ്ങള് അവരൊരു തെറ്റും ചെയ്ത് കാണത്തില്ല. പാവങ്ങളെ കുടിക്കുക. എന്തോ വലിയ ചതിയാ ഇത്. ആര് ചതിച്ചാലും എല്ലാം കണ്ടോണ്ട് മോളിൽ ദൈവമില്ലേ? ഒരുപാട് പ്രാർത്ഥിക്കുന്നവരല്ലേ നമ്മള്. അപ്പൊ പിന്നെ നമ്മുടെ മക്കൾക്ക് ദോഷം വരുമോ? ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാവും ഒരുപാട് ദുഃഖങ്ങൾ ദൈവം എനിക്ക് തരുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. ചിലപ്പോ ഇതിലും വലിയ വേദനയായിരിക്കും നമുക്ക് വരേണ്ടിയിരുന്നത്. ദൈവം അത് കുറച്ച് തന്നൂന്ന് കരുതിയാ മതി. അങ്ങനെയൊന്നും ആശ്വസിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഞാൻ. ഏറെ നാളുകൾക്ക് ശേഷം ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടത്. ഓ, അവള് കരഞ്ഞു വിളിച്ച് പോലീസിന്റെ നടുക്ക് ഏതൊരമ്മ സഹിക്കും? ശാരദാമ്മ സഹിക്കണം. ദൈവം ചെയ്യുന്നതെല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കണം. കൂടുതൽ ശക്തമായും തീവ്രമായും പ്രാർത്ഥിക്കണം. ശാരദാമ്മയുടെ കുട്ടിമണിക്ക് ഒന്നും സംഭവിക്കത്തില്ല, ഉറപ്പാ. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നും പറയല്ലേ, എനിക്കറിയാം. അല്ല ശാരദാമ്മേ, സത്യമാ. ഞാനൊരു കാര്യം പറയട്ടെ ശാരദാമ്മേ? പറയ. എനിക്കേ ഇതൊരു നിമിത്തമായിട്ടാ തോന്നിയത്. എന്താ പറയുന്നേ? എന്തിന്റെ നിമിത്തം? ശാരദാമ്മ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ വേണ്ടിയുള്ള നിമിത്തം. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ വേണ്ടിയുള്ള നിമിത്തോ? അതെ. ശാരദാമ്മ പറഞ്ഞിട്ടില്ലേ, ശാരദാമ്മയുടെ അച്ചുവേട്ടന്റെ ആത്മാവാ എപ്പോഴും ശാരദാമ്മയുടെ ഒപ്പം നടക്കുന്നതെന്ന്. ആ ആത്മാവ് തന്നെയാവും കുട്ടിമണിയെ ശാരദാമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്നതും. അങ്ങനെയാണെങ്കിൽ അതിനൊരൊറ്റ സൂചനയേ ഉള്ളൂ. അതെന്താ? ശാരദാമ്മ എത്രയും പെട്ടെന്ന് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവാനോ? അതെ, ശാരദാമ്മ തിരിച്ചു പോണം. മോളെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് ഉള്ളുറപ്പിച്ച് ഇവിടെ നിൽക്കാൻ കഴിയുമോ ശാരദാമ്മയ്ക്ക്? എനിക്ക് ശാരദാമ്മ തിരിച്ചു പോണം, വീട്ടിലേക്ക് പോണം. അതിനുവേണ്ടി തന്നെയാ ദൈവം ഈ കാഴ്ച ശാരദാമ്മയ്ക്ക് കാണിച്ചു തന്നു. അമ്മേ, അമ്മേ. അല്ല, എന്താ രാവിലെ? അത് ഞാൻ അമ്മയോട് പറഞ്ഞോളാം. അല്ല, ആ സന്തോഷം കണ്ട് ഞാനങ്ങ് ചോദിച്ചു പോയതാ. സന്തോഷിക്കാനുള്ള വകയുണ്ടെന്ന് കൂട്ടിക്കും. എന്തായാലും ഞാൻ ജീവനോടെ ഉണ്ട്. പിന്നെന്താണാവോ ഇത്രയും സന്തോഷിക്കാനുള്ള കാരണം? നിങ്ങളുടെ മരണത്തിനൊപ്പം തന്നെ എന്നെ സന്തോഷിപ്പിക്കുന്ന മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് കൂട്ടിക്കും. തന്തജത്താൽ സന്തോഷിക്കുന്നു പറയുന്ന പൊന്നുമോള്. അച്ഛനും മോളും ഒക്കെ റെക്കോർഡിക്കലി ഉള്ള ബന്ധങ്ങൾ മാത്രം. എന്റെ ഏറ്റവും വലിയ പ്രതിയോഗിയാ നിങ്ങള്. എന്റെ ഏറ്റവും വലിയ ശത്രു നിങ്ങള്. വീണ ആദ്യം കൈകൊട്ടിച്ചിരിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. അത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മേ. എന്താ മോളെ, നീ എന്തിനാ അയാളോട് സംസാരിച്ച് സമയം കളയുന്നത്? ഒരു സന്തോഷ വർത്തമാനം ഉണ്ടമ്മേ. എന്താടി, തൊലഞ്ഞു പോയോ ആ കുട്ടിമണി? തൊലഞ്ഞില്ല, പക്ഷെ അവളും ആ ചതിയനും പോലീസിന്റെ പിടിയില്ല. അതെയോ? അതെ, CA അയ്യപ്പൻകുട്ടി വിളിച്ചു പറഞ്ഞതാ. വിവരം ഹൈലി സെൻസൈഡ്. മീഡിയ പോലും അറിയിച്ചിട്ടില്ല. തെളിവെടുപ്പിന് വൈകിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഉള്ളിലെ നീറ്റലിനു മീതെ ചെറിയൊരു ആശ്വാസം. പക്ഷേ അവളുടെ ശവമായിരുന്നു എനിക്ക് കാണേണ്ടിയിരുന്നത്. അതിന് ഉടനെ ഒരുങ്ങും. എന്റെ ജലജ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നിയമം കയ്യിലെടുക്കാൻ നിനക്ക് അവകാശമില്ല. ഓ, ഭരണഘടനാ ശില്പി ഇടപെട്ടല്ലോ. നിയമം കയ്യിലെടുക്കുകയോ തലയിൽ വെക്കുകയോ അമ്മാനും അടുകയോ ചെയ്തോളാം. അത് ഞങ്ങൾ അമ്മയും മോളും നോക്കിക്കൊള്ളാം. നിങ്ങൾ പോയി ആ മൂലയിലിരിക്കും മനുഷ്യ. ജലജെ, നിന്റെ എടുത്തുചാട്ടം ഒന്നുകൊണ്ടാ നീ ഇവിടെ എത്തിയത്. വീണ്ടും 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 നീ അപകടത്തിലേക്ക് പോവുക. നാളെ നമ്മളെ മോളെ കൂടി അവസ്ഥയിൽ എത്തിക്കണം. ഓ, മോളെന്ന് പറയുമ്പോ എന്തൊരു സ്നേഹമാ. അല്ല, എന്റെ കൊച്ചിനെ കൂടി ഇതുപോലെ തലക്കടിച്ച് ചക്രക്കസരയിൽ ഇരുത്തുവെന്ന് പറഞ്ഞിട്ടുണ്ടോ വയലോരം വീട്ടിലെ പിശാചുക്കള്? എന്റെ പൊന്നു ജലജ, എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. കൺമുമ്പിൽ കാണുകയും സ്വന്തം ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന അനുഭവത്തിൽ നിന്ന്
മനുഷ്യൻ പാഠം പഠിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കാല് പിടിച്ച് നിങ്ങളോട് പറയുന്നത്, പകയുടെയും വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും കളികൾ അവസാനിപ്പിക്കുക. ബുദ്ധിയില്ലാത്തവളാണെങ്കിലും കുട്ടിമണി ചെയ്ത വലിയ തെറ്റ് തന്നെ. ഒന്നുമില്ലെങ്കിലും ഗർഭിണി കൂടിയല്ലേ കൊച്ച്, ഒന്ന് ക്ഷമിക്കൂ. അവളുടെ ഗർഭത്തെ പറ്റി വേവലാതിപ്പെടുന്ന നിങ്ങള് എന്റെ ഈ ഇരിപ്പ് കണ്ടോ? അത് നീ സ്വയം മരുന്ന് വാങ്ങിയതല്ലേ? ഞാൻ നിന്നോട് ഇതുവരെ തെളിച്ചു ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്. അന്നത്തെ രാത്രി 5 ലക്ഷം രൂപയുമായി നീ എവിടേക്കാ പോയത്? അച്ഛനെന്താ ഈ അവസ്ഥയിൽ അമ്മ ക്വസ്റ്റ്യൻ ചെയ്യുവാണോ? അയ്യോ, ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നുമില്ലേ. എന്തിനാ നടുപൊടിഞ്ഞിരിക്കുന്ന ഇവളുടെ മുതുകത്ത് ഞാൻ ചവിട്ടിയെന്ന് പറയാൻ? ഇപ്പോഴെങ്കിലും നിങ്ങൾ അമ്മയും മോളും ഒരു കാര്യം ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളിപ്പോ ആ മനസ്സജൻ എന്ന് പറയുന്നവനെ കൊല്ലാൻ തിടുക്കം കൂട്ടുന്നുണ്ടല്ലോ. അല്പം കാലം മുമ്പ് വരെ എന്നെ ധിക്കരിച്ചും പുച്ഛിച്ചും അവനെ തലയിൽ കൊണ്ടു നടന്നവരാ നിങ്ങൾ. കുട്ടിമണിക്ക് ബുദ്ധിയില്ലെന്ന് പറയാം, പക്ഷേ അവൻ കളിച്ചതോ അതിബുദ്ധിമാന്റെ കളി അവൻ കളിച്ചത്. ബുദ്ധിയില്ലാത്ത കുട്ടിമണിയെ മുന്നിൽ നിർത്തി അവൻ അവന്റെ പക വീട്ടി. എന്നിട്ടും അമ്മയ്ക്കും മോക്കും പകയും പ്രതികാരവും ഒന്നും അറിയാത്തൊരു പാവം പെങ്കിച്ചു. അവനെ ഞങ്ങൾ വെറുതെ വിടില്ല. അവനെ വെച്ച് എനിക്കെതിരെ പ്രതികാരം ചെയ്യാൻ വന്നപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപകടമാണെന്ന്. കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അന്നും എന്നെ പുച്ഛമായിരുന്നല്ലോ അമ്മയ്ക്കും മോക്കും. മനസ്സജൻ അമ്മയോട് പകരം വീട്ടിന്ന് കരുതി കൂടുതൽ സന്തോഷിക്കൊന്നും വേണ്ട. അങ്ങനെ പകരം വീട്ടാനാണെങ്കിൽ ഒരു ചക്രക്കസേര കൂടി ഈ വീടിനൊക്കെ തുരുളും. മഹാനായ മഹാദേവൻ തമ്പി ആയിരിക്കും അതില്. എനിക്ക് ഭയമൊന്നുമില്ല എന്റെ പൊന്നുമോളെ. തെറ്റു ചെയ്തവൻ മാത്രം പേടിച്ചാ മതി എന്ന് പഠിച്ചിട്ടുള്ളവനാ ഞാൻ. നിങ്ങൾ അമ്മയും മോളും കൂടി വർഷങ്ങളായി എന്നെ കുറ്റക്കാരനാക്കാൻ നോക്കിക്കൊണ്ടിരിക്കല്ലേ. എന്നിട്ട് മഹാദേവൻ തമ്പി നിവർന്നു നിൽപ്പുണ്ട് സ്വന്തം കാലിൽ തന്നെ. ഇപ്പൊ കസേരയിലിരിക്കുന്ന ആരാണെന്നറിയാലോ? ദേ മനുഷ്യ, കാല് തളർന്നൊന്നും ഞാൻ നോക്കില്ല. ഒരു ചവിട്ടങ്ങ് വെച്ച് തരും ഞാൻ. എത്ര കാലം കുഴലിലിട്ടാലും നേരെ ആവത്തില്ലടി നിന്റെ സ്വഭാവം. നായയുടെ വാല് പിന്നെ നിവർന്നു നിൽക്കും. അമ്മയുടെ മോളുടെ കാല് പിടിച്ച് അവസാനമായി ഞാൻ പറയാം, കുട്ടിമണിയും മനസ്സിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, നമുക്ക് ഇതിന്റെ ചികിത്സയായി മുന്നോട്ട് പോവാം. ബോധിച്ചു. തൽക്കാലം അച്ഛൻ അച്ഛന്റെ വഴിക്ക് പോകും. എന്ത് വേണോന്ന് ഞങ്ങൾ അമ്മയും മോളും കൂടെ തീരുമാനിച്ചോളാം. നാശത്തിന്റെ വിത്ത് വിതയ്ക്കുന്നവർ കഷ്ടപ്പാടിന്റെയും കണ്ണീരിന്റെയും വിള ഒരുപാട് കൊയ്യുന്ന അമ്മയുടെയും മോളുടെയും വിളവെടുപ്പ് കാലം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഒരു നല്ല ഹാർവസ്റ്റ് സീസൺ ഞാൻ ആശംസിക്കുന്നു. ഈ മനുഷ്യൻ ഇനി ഏത് കാലത്ത് നന്നാവാനാ? ഇനി എന്താ മോളെ പദ്ധതി? നീ പറ. പോലീസിന്റെ തെളിവെടുപ്പും പൊതുപ്രദർശനമൊക്കെ കഴിഞ്ഞ് കുട്ടിമണിയെ മനസ്സജനെയും തിരികെ സ്റ്റേഷനിലെത്തിക്കുമ്പോ നേരെ ഒത്തിരി വൈകും. അവരെ അവിടെ അങ്ങനെ സുഖമായിട്ട് ഉറങ്ങാൻ വിടാൻ പറ്റുമോ നമുക്ക്? ഇല്ലല്ലോ, ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ പിന്നെ അമ്മ ഇവിടെ ശാന്തമായിട്ടിരിക്കും. ഞാൻ സഞ്ജുനെ ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് അടുത്ത കളം വെട്ടാനുള്ള വഴി ആലോചിക്കട്ടെ. ശരി. എന്താടാ പതിവില്ലാതെ ഇത്ര വലിയ ചിരി? എന്റെ മതി പാവസിജൻ. അവൻ ഇപ്പോഴും അറിയത്തില്ല അവന്റെ തൊട്ട് പിന്നിൽ നിന്ന് ഇതെല്ലാം കളിക്കുന്നത് ഈ ശിവയാണെന്ന്. എനിക്ക് വയ്യ. കേട്ടോ മതി, പോലീസ് വന്നപ്പോ മനസ്സിജന്റെ മുഖത്ത് വന്ന ഒരു ഭാവം ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, ശിവ നീ ഓടി രക്ഷപ്പെട്ടോ. ഞാൻ ചിരിച്ചോണ്ട് ഓടി. എന്നാലും മതിക്ക് സന്തോഷമായല്ലോ എന്റെ മതി. എനിക്കത് മതി എന്റെ മതി. ഇനി നീ പറ, എന്ത് ചെയ്യണം ഞാൻ? എന്റെ മതി പറയും പോലെ ഞാൻ എന്തും ചെയ്യും. നീ മതി, എന്റെ മതി പറഞ്ഞു നീ എവിടേക്കാടാ പോകുന്നത്? എന്റെ പേര് വിളിക്കാൻ മാത്രം വളർന്നോ നീ? അല്ല മതി, നമ്മൾ തമ്മിലുള്ള ഇരിപ്പശം വെച്ച് നമ്മൾ തമ്മിലുള്ള ഇരിപ്പോശോ?
എന്തിരിപ്പോ ചോടാ? ഞാൻ മഹാറാണിയായിട്ട് സിംഹാസനത്തില്, നീ മഹാ തെണ്ടിയായിട്ട് എന്റെ കസേര ചോട്ടില് ഇട്ടിരിക്കാൻ ഒരു തടുക്കു പോലും ഇല്ലാതെ. സോ കോൾ മീ മാഡം, ഓക്കെ? എന്ന് അപ്പം മാഡമേ, മാഡം ഒരു കാര്യം ഓർക്കണം. മാഡത്തിന്റെ പല രഹസ്യങ്ങളും അറിയാവുന്നവനാ ഈ കസേര ചുവട്ടിലെ കൂലിക്കാരൻ. മാഡം ഉടയോന്റെ ഹുങ്ക് കാണിച്ചാൽ അടിയൻ അറിയാതെ എന്തെങ്കിലും അവിവേകം കാണിച്ചു പോകും. ഓഹോ, നീ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണല്ലേ? എന്താ നിന്റെ ഉന്നം? എന്റെ പണമോ, എന്റെ ശരീരമോ, അതോ എന്റെ ഭർത്തൃപദവിയോ? മൂന്നിലേത് കിട്ടിയാലും സന്തോഷം. ആഹാ, നിനക്ക് ഞാൻ തരുന്നത് വേറൊരു സമ്മാനമാണെങ്കിലോ? സെൻട്രൽ ജയിലിലെ സെല്ലിൽ ഒരു തഴപ്പായയും ഒരു അലൂമിനിയം പാത്രവും. എന്താ? ചുമ്മാ വരട്ടല്ലേ മാഡം. ഈ നമ്പറൊന്നും ശിവയുടെ അടുത്ത് ചിലവാകത്തില്ല. ഇത്തരം ഒരുപാട് നമ്പറുകൾ കണ്ടിട്ടുള്ളവനാ ഈ ശിവ. അതെനിക്ക് എന്തായാലും അങ്ങ് ഇഷ്ടപ്പെട്ടു. അതെ, നീ കാണാത്തൊരു നമ്പര് നിന്നെ ഞാൻ കാണിക്കും. അതുകൊണ്ട് ഞെട്ടരുത് അതിബുദ്ധിമാൻ. ദാ, കണ്ടു നോക്ക്. ഒന്നതാ ഞാൻ ഒരു പഞ്ഞി തലേണമുണ്ട്, മൂക്കും വായും പൊത്തിപ്പിടിച്ച്. കണ്ടോ കണ്ടോ? ഇത് ചതിയാണ്. അതെ, ചതിയാണ്. കൂടപ്പിറപ്പിനെ പോലെ കൂടെ കൊണ്ടു നടന്ന കൂട്ടുകാരനെ ചതിച്ചവൻ, അവന്റെ പെങ്ങളെ കൊന്നവൻ, ചതിയിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ള നിന്നെ ഞാൻ വിശ്വസിക്കുമെന്ന് നീ കരുതിയോ? ശിവയ്ക്ക് കുതന്ത്രത്തിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് യൂണിവേഴ്സിറ്റി ഉള്ളവളാ ഈ മതികല. ഇനി എന്തു വേണോന്ന് ഞാൻ പറയും, നീ അനുസരിക്കും. അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തൽ ഒരു പെൻഡ്രൈവിലാക്കിയിട്ട് ഞാൻ സാറ്റലൈറ്റിന്റെ അണ്ണാക്കിലോട്ട് കുത്തും. ചാനലുകൾക്കൊരു ബ്രേക്കിംഗ് ന്യൂസ്. നിനക്ക് തൂക്കുകയർ ഉറപ്പാ. ഒന്നുകിൽ കോടതി, അല്ലെങ്കിൽ മനസ്സിജ്. ആ അതെ, കോടതി ആയിരിക്കും ബെസ്റ്റ്. അവിടെ ആവുമ്പോ അപ്പീലിനും ദയാഹർജിക്കും ഒക്കെ സ്കോപ്പുണ്ട്. മനസ്സിജന്റെ അടുത്ത് ഇത് രണ്ടും നടക്കത്തില്ല. എടാ, ഇനി നീ എന്നെ ഒന്ന് മാഡം എന്ന് വിളിച്ചേ. ഈ നാരദൻ നാരായണ നാരായണ എന്ന് വിളിക്കുന്നത് പോലെ നല്ല ആത്മാർത്ഥമായിട്ട് മാഡം എന്ന് വിളിക്ക്. മാഡം, അത് കലക്കി. മനസ്സിജൻ ഒന്നും അറിയരുത്. ഞാനെന്നും മാഡത്തിന്റെ കൂടെ നിന്നോളാം. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് പിന്നെ കാണാം. എന്നാലീ മാഡം പോട്ടെ. സ്മാർട്ട് ആവാം, ഓവർ സ്മാർട്ട് ആവരുത്. ഓവർ സ്മാർട്ട്നെസ്, ഓവർ സ്പീഡ്, ഓവർ ഡ്രങ്കിങ്, ഓവർ കോൺഫിഡൻസ്, വെരി വെരി ഡേഞ്ചറസ്. മൈൻഡ് ഇറ്റ്. സോ മീറ്റിംഗ് ഈസ് ഓവർ. അപ്പച്ചമ്മേ, അപ്പച്ചമ്മേ, വെള്ളം ചോദിച്ചിട്ട് ഈ അപ്പച്ചമ്മ എവിടേക്കാ പോയേ? അപ്പച്ചമ്മേ, എന്താ അപ്പച്ചമ്മേ, എന്തു പറ്റി? എന്തോ ഒരാപത്ത് വരാൻ പോണു വച്ചേ. ആപത്തോ? ആ, ഞാൻ ആ വരാന്തയിൽ ഇരുന്നൊന്ന് മയങ്ങിയപ്പം അന്നേരം അച്യുതൻ വന്ന് വിളിക്കുന്നെന്ന് സ്വപ്നം കാണുക. പെങ്ങളെ പെങ്ങളെ പെട്ടെന്ന് എണീക്ക്, വീടിന് തീ പിടിച്ചെന്ന്. കുഞ്ഞുനാളില് മകരപ്പാടത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നത് ഒരു ഓലപ്പുരയായിരുന്നു. അതിന് തീ പിടിച്ചപ്പം
അച്യുതൻ എന്നെയും പിടിച്ചോണ്ട് ഓടിയതായിരുന്നു എന്റെ ഉള്ളിൽ വന്നത്. അയ്യോ തീയെന്നും പറഞ്ഞ് ഞാൻ എണീറ്റതാ. അന്നേരം ഉണ്ടല്ലോ കൊച്ചെ, തൊട്ട് മുന്നിൽ അച്യുതൻ നിൽക്കുന്നത് പോലൊരു തോന്നല്. അച്യുതന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എന്റെ പൊന്നച്യുതോ, നിനക്ക് എന്താടാ ഇത്ര സങ്കടം എന്ന് ഞാൻ ചോദിച്ചു. അന്നേരം ആ അച്യുതൻ ജീവിച്ചിരിപ്പില്ലല്ലോ എന്ന ബോധം എനിക്ക് വന്നത്. നോക്കിയപ്പം അച്യുതൻ ഇവിടെ വന്ന് നിൽക്കുന്നത് പോലെ തോന്നി. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒന്നുമില്ല, ഒക്കെ അപ്പച്ചമ്മയുടെ തോന്നല. വാ അപ്പച്ചമ്മേ. ഞാൻ കുറച്ചു നേരം കൂടെ ഇവിടെ നിൽക്കട്ടു വച്ചേ. അച്യുതനോട് പ്രാർത്ഥിക്കുവാ ഞാൻ, നമ്മുടെ വീടിനൊരാപത്തും വരുത്തല്ലേ എന്ന്. പ്രാർത്ഥിച്ചോ? ഇനി നമുക്ക് അവിടെ വരാന്തേ പോയിരുന്ന് പ്രാർത്ഥിക്കാം. അല്ല കൊച്ചേ, അച്യുതൻ ഇവിടെ അല്ലേ? അപ്പച്ചമ്മേ, ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ചാട്ടം പിടിക്കാതെ വന്നേ. ഞാനല്ലേ വിളിക്കുന്നത്. വാ വാ. വെള്ളം കുടിക്കും. മതിയോ? മതി മതി. അപ്പച്ചിയും ഇങ്ങനെ ഭയപ്പെടണ്ട, ഒന്നും സംഭവിക്കില്ല. പ്രായം ചെല്ലുന്നതിൻ്റെതാവും. എല്ലാറ്റിനോടും വല്ലാത്തൊരു ഭയം കൊച്ച്. എപ്പോഴും എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു തോന്നല്. അത് ഓവർ ആങ്സൈറ്റിയാ. എന്നാ കിട്ടിയ ആങ്സൈറ്റി, ഉത്കണ്ഠ. ഓ, എന്നതാണേലും അതൊരു ഭയങ്കരം തന്നെ. അങ്ങനെ ഇരിക്കുമ്പം വയറ്റിൽ നിന്നൊരു ഗുമ്മൻ അങ്ങ് ഉരുണ്ടു കയറി വരും. ഗുമ്മനോ? അതെന്താ? വായു. ഞങ്ങള് പഴമക്കാരുടെ ഭാഷ കൊച്ചിനറിയത്തില്ല, കൊച്ചിന്റെ പുതിയ ഭാഷ ഞങ്ങൾക്കും അറിയത്തില്ല. പക്ഷേ കാര്യങ്ങളെല്ലാം ഒന്നു തന്നെ. എല്ലാ കാലത്തും അമ്മമാരുടെ നെഞ്ചിൽ ആദ്യം ഒന്ന് തന്നെ. ഈ പ്രായത്തില് ഇങ്ങനെ ആദ്യ പിടിച്ച് അസുഖമൊന്നും വരുത്തി വെക്കരുത്. ഓ, ഇനിയിപ്പൊ അസുഖം വന്നാലെന്ത് വന്നില്ലെങ്കിലെന്ത്. ദൈവം സഹായിച്ചതുവരെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒന്നും വന്നിട്ടില്ല. ഷുഗർ അല്ല ഷുഗർ, കൊളസ്ട്രോൾ അല്ല കൊളസ്ട്രോൾ. എങ്ങനെ പറഞ്ഞാലെന്താ? ഇതൊക്കെ വന്നു കഴിഞ്ഞ് മാറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പച്ചിയമ്മയുടെ മനസ്സ് നല്ലതായതുകൊണ്ടാ അപ്പച്ചിയമ്മയ്ക്ക് അസുഖം ഒന്നും വരാത്തത്. ഓ, ഇനി ഇതൊക്കെ വന്നാലും വന്നില്ലെങ്കിലും സുഭദ്രയ്ക്ക് കുരുവി കുഞ്ഞ. കുരുവി കുഞ്ഞു? ആ, അത്രേ ഉള്ളെന്ന്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ കൊച്ചെ നമ്മുടെ ഹൃദയം? ഇല്ലല്ലോ. നമ്മൾ സന്തോഷിക്കുമ്പോഴും നമ്മൾ സങ്കടപ്പെടുമ്പോഴും നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ഒക്കെ അതിങ്ങനെ ടവേ ടവേന്ന് ഇടിച്ചോണ്ടിരിക്കും. അതെന്ന് വരെയെന്നോ എപ്പോ വരെയെന്നോ വല്ല നിശ്ചയമുണ്ടോ? ഇല്ല. ഒടേ തമ്പുരാന് മാത്രം അറിയാം. ഒരു ദിവസം കൂട്ടമണി അടിച്ച് തീരുന്നത് പോലെ അതങ്ങ് തീരും. അത്രേ ഉള്ളൂ ജീവിതം. ചന്ദ്രേട്ടാ, എന്താ പറ്റിയത്? ഇന്ദു, അത് ഒരു വാർത്ത. വാർത്തയോ? എന്ത് വാർത്ത? അത് ഒരു ദിവസം കൂട്ടമണി അടിച്ച് തീരുന്നത് പോലെ അതങ്ങ് തീരും. അത്രേ ഉള്ളൂ ജീവിതം. എന്തായാലും ഈ നെഞ്ചിലെ മണിയൊച്ച ഇപ്പോഴെങ്ങും തീരാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. മനുഷ്യന്റെ കയ്യിലാണോ കൊച്ച കാര്യങ്ങള്? എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. പക്ഷേ മനുഷ്യന് ദൈവത്തോട് പ്രാർത്ഥിക്കാവല്ലോ. അല്ല, ഒരു കണക്കിന് ശാരദ ഇവിടെ ഇല്ലാത്തത് എത്രയോ നന്നായി. തന്നെയും പിന്നെയും ഞാൻ അത് തന്നെയാ ചിന്തിക്കുന്നത്. എന്റെ അത്ര പോലും മനക്കട്ടിയില്ലാത്തവളാ അവള്. പാവം. അച്യുതൻ കെട്ടിക്കൊണ്ടു വരുമ്പം ഒരു കൊച്ചു സുന്ദരി പെണ്ണായിരുന്നു. അന്ന് എന്റെ കൈ പിടിച്ചോണ്ട് ശാരദ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വിളിയിൽ മതി നാത്തൂൻ, നമുക്ക് കൂട്ടുകാരെ പോലെ പോവാന്ന്. കൂട്ടുകാര് മാത്രമല്ല, കൂടപ്പിറപ്പുകളുമായിരുന്നു കൊച്ച ഞങ്ങള്. എന്നാ അപ്പച്ചിയപ്പൻ ഈ പളനിക്ക് പോയത്? അതൊന്നും പറയണ്ട. അങ്ങേര് വലിയ ചട്ടമ്പി അല്ലായിരുന്നോ? നാട്ടിലെല്ലാം തല്ലും വഴക്കും ഒടുക്കത്തെ മർമ്മവിദ്യ. ചട്ടമ്പിത്തരം മാറ്റാനായിട്ട് ഞാൻ ആ പളനിമല ചവിട്ടിച്ചേക്കാമെന്ന് നേർച്ച നേർന്നത്.
കയ്യില് വെള്ളിക്കാപ്പ് കെട്ടിക്കൊടുത്തത് ഞാനാ. ഒടുക്ക എന്തായി? അങ്ങേരും കാവടി ഇരട്ട മക്കളായി. ഞാൻ പുറത്ത്. എന്തായാലും ഒടുക്കം വന്നല്ലോ, അത്രയും സമാധാനം. രണ്ടുപേരും നേർക്ക് നേരെ കാണുമ്പോ കീരിയും പാമ്പുവാ. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് വലിയ സ്നേഹമാണെന്ന് എനിക്കറിയാം. അത് പിന്നെ താലി കെട്ടിയ പുരുഷനോട് സ്നേഹമില്ലാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ കൊച്ചേ ഭൂമിയില്? ചാവോളം തല്ലിയാലും അവനൊരു വയ്യാഴിക വന്നാൽ അവള് ചാടി എഴുന്നേക്കും. അതാ പെണ്ണിന്റെ മഹത്വം. അപ്പോ ഈ ഉള്ളിന്റെ ഉള്ളിലും ഒരു ഫെമിനിസ്റ്റ് ഉണ്ട്. എന്തേസ്റ്റ്? ഫെമിനിസ്റ്റ്, സ്ത്രീ പക്ഷപാതി. ഓ, പക്ഷപാതിയും പക്ഷപാതിയും ഒന്നും അല്ല, ഉള്ള കാര്യം പറഞ്ഞെന്നേ ഉള്ളു. ആഹാ, അമ്മാവനും മരുമകനും ഒന്നിച്ചാണല്ലോ ഇന്ന് വരവ്. എന്താ എന്താ ചന്ദ്രേട്ടാ, എന്തു പറ്റി? എന്നതാ മനുഷ്യ നിങ്ങളുടെ മുഖത്തൊരു സങ്കടം? ചന്ദ്രേട്ടാ, എന്താ പറ്റിയത്? എന്തു അത് ഒരു വാർത്ത. വാർത്തയോ? എന്ത് വാർത്ത? അത് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു, നമ്മൾ മാത്രമേ അറിയാതുള്ളൂ. എന്റെ മനുഷ്യ, നിങ്ങൾ കാര്യം എന്നതാണെന്ന് പറ. മനുഷ്യനെ എങ്ങനെ തീ തീറ്റി കൊല്ലാതെ? സന്തോഷം കൊണ്ട മോളെ, സന്തോഷം കൊണ്ട്. എന്നെ ഈ കസേരയിൽ ഇരുത്തിയവൾ ഇന്ന് രാത്രി കൊണ്ട് കച്ച പുതയ്ക്കുമല്ലോ. അച്യുതാ, നമ്മുടെ കൊച്ചിനെ കാത്തോളണേ, അവരുടെ ആമ്പ്രന്തോനെയും കാത്തോളണേ, കുട്ടിമണിയുടെ കുഞ്ഞിനെയും കാത്തോളണേ. പറടാ, 5 ലക്ഷം രൂപ എവിടെ കൊണ്ടുവച്ചു? വെറുതെ എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കി വെക്കരുതേ. നീ 3 എടുത്തോ, എനിക്ക് 2 മതി.